ചില ട്രിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ സിനഗോഗിൽ വെച്ച് ആളുകളെ പഠിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ ഇവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനോഹരമായിട്ട് ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്. ജനക്കൂട്ടം മുഴുവൻ സന്തോഷത്തോടെ അവന്റെ വാക്കുകൾ ശ്രവിച്ചിരുന്നു എന്ന് വായിക്കുകയാണ്. ജനക്കൂട്ടം മുഴുവൻ ഈശോയുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും ലേഖന ഭാഗത്തിലും നമ്മൾ ഒരുപിടി നല്ല വചനങ്ങൾ വായിച്ചു കഴിയുമ്പോൾ സഭ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ദൈവത്തിന്റെ വചനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ലേഖന ഭാഗത്തിലെ പൗലോസിലെ വളരെ ഭംഗിയായിട്ട് ഓരോ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഒരു ഉപദേശം, കുട്ടികൾക്ക് ഒരു ഉപദേശം, യജമാനന്മാർക്ക് ഒരു ഉപദേശം, ദാസന്മാർക്ക് ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ദൈവവചനം സന്തോഷത്തോടെ സ്വീകരിച്ച് അത് ജീവിതത്തിൽ സ്വീകരിച്ച് മാറ്റം വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും, നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ഇത് രണ്ട് വചനഭാഗങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ വചനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.